ഹലോ അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് രാവിലെ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ വിടുന്നതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇക്ക എഴുന്നേറ്റ് ഇക്കക്ക് ചായ കൊടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ രാവിലെ ഇക്ക കുടിക്കുന്ന ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഗ്രീൻ ടീ കുടിച്ചിട്ടേ പിന്നെ വേറെ ചായ കുടിക്കത്തുള്ളൂ. അപ്പോൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ച്, അപ്പോൾ ഇന്ന് നമുക്ക് കാപ്പിക്ക് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് പുട്ടും കടലക്കറിയും. അപ്പോൾ അക്കുവിന് കഴിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നു. റയാനും ജുമാനായും ഒക്കെ ട്യൂഷന് പോയിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഗ്രീൻ ടീ എടുക്കുന്നുണ്ട് ഇക്ക കൊടുക്കാനായിട്ട്. അപ്പം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്രീൻ ടീ ഇടുന്നു. അപ്പം ഇതിനകത്തൊരു ലൈമും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പം ഗ്രീൻ ടീ ഇട്ടിട്ട് പിന്നെ അതിനകത്ത് ലൈമും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, നാരങ്ങ നീരും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ടാണ് രാവിലെ കുടിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എങ്ങനെയാണ്. അപ്പം നാരങ്ങയുടെ നീര് കുറച്ച് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ എടുക്കുന്നുണ്ട്, അതെടുത്ത് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു ഗ്രീൻ ടീയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ വയറ്റിൽ കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകും, വയറ് കുറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നല്ലതാണ് ഇത് രാവിലെ തന്നെ കുടിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വെള്ളത്തിലിട്ട് ഇങ്ങനെ മുക്കി മുക്കി എടുക്കും. അപ്പോൾ വേറൊരു കളറായിട്ട് വരും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇതാണ് കൊടുക്കുന്നത്. അപ്പം ഇന്നും രാവിലെ ഇത് തന്നെ ചോദിച്ചു. അപ്പം മക്കൾ വിടുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയൊക്കെ കൊടുത്തു. അങ്ങനെ ലൈമായിട്ട് ഗ്രീൻ ടീ ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ അക്കുവിന് ചോറ് കൊണ്ടുപോകാനായിട്ട് ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ചോറും ചമ്മന്തിയും ചൂരമീൻ അച്ചാറുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മീനച്ചാറിൻ്റെ വീഡിയോ. അപ്പോൾ ആ മീനച്ചാറാണ് ഇത്. അപ്പം നല്ല ചൂരമീൻ അച്ചാർ. അപ്പോൾ അക്കുവിനകത്ത് മതി ചമ്മന്തിയും മീനച്ചാറും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ ഞാനിത് മീനച്ചാറാണ് കൊടുത്തു വിടുന്നത്. അവർക്കത് മതി, ചമ്മന്തിയും മീനച്ചാറും. അത് തന്നെ ധാരാളമാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുട്ട കഴിക്കാത്തത് കൊണ്ടിട്ട് മുട്ട അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മുട്ടയൊന്നും കൊടുക്കത്തില്ല. പിന്നെ പച്ചക്കറി ഐറ്റം ആയാലും വല്ല വിഴുക്ക് ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഒരു മീനച്ചാറും എടുത്ത് ചമ്മന്തിയും കൂടി കൊടുത്തു. അപ്പം അക്കുവിന് ചോറ് റെഡിയായിരുന്നു. മറ്റൊരു രാവിലെ തന്നെ റയാനും ജുമാനക്കും രാവിലെ ഇതേപോലെ തന്നെ മീനച്ചാറും ചമ്മന്തിയും കൊടുത്തു വിട്ട് അവർ ചോറ് കൊണ്ടുപോയി. പിന്നെ അക്കുവിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ്. അങ്ങനെ ഗേസ് ഞാനും ഇക്കായും അങ്ങനെ മക്കളെയൊക്കെ വിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാനും ഇക്കായും കൂടി ഒന്ന് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പം പുറത്തോട്ടെന്ന് പറയുമ്പോൾ എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയ്ക്കൽ പോകുന്നുണ്ട്. അപ്പം വണ്ടിയിൽ എണ്ണ അടിക്കണം, പിന്നെ കടയ്ക്കൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം കടയ്ക്കൽ ചന്ത ഉണ്ട്. അപ്പോൾ ആ ചന്തയിൽ ഇറങ്ങി കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ഞാൻ ഇക്കായും കൂടെ ഇറങ്ങി. അപ്പോൾ ഒറ്റയ്ക്ക് പോകില്ല, എവിടെ പോയാലും എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇക്കായും ഒരുമിച്ചാണ് പോകുന്നത്. കടയിൽ സാധനം മേടിക്കുന്നെങ്കിൽ എവിടെ പോകുന്നെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ പോകാനായിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് പോവേന കേട്ടോ. വണ്ടി റോഡിലിട്ടേക്കുന്നു. അപ്പം എന്തോ സാധനത്തിനെ കണ്ട് കല്ലെടുത്തെറിയണം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. അപ്പം ഇത് കുമ്മളിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നു. അപ്പോൾ ഏകദേശം കടക്കിലെത്താറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വണ്ടിയിൽ പമ്പിൽ കയറണമെന്ന് എണ്ണ അടിക്കണം. പിന്നെ നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കണം. അങ്ങനെ നമ്മളിവിടെ കടക്കിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട്, കാർ പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഒതുക്കിയിട്ടതാണ്. അപ്പോഴിതാ ഒരു ഇക്കട റിലേറ്റീവ്സിനെ കണ്ടു. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് ചന്തയ്ക്കകത്തോട്ട് കയറാം. അപ്പം ചന്ത ഇപ്പോൾ കുറച്ച് പുറത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പം ഭയങ്കര വലിയൊരു ചന്തയാണ് കടയ്ക്കൽ ചന്ത. സംഭവം അവിടെ ഇപ്പോൾ എല്ലാം ബിൽഡിങ് പൊളിച്ചിട്ട് പുതിയൊരു ബിൽഡിങ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ഇപ്പുറത്തോട്ടാക്കി ചന്ത. അതുകൊണ്ട് കുറച്ച് സ്ഥലത്തായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. നല്ല തിരക്കും ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നടക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഇങ്ങനെ വെട്ടി വരുന്ന കേട്ടോ. ആരും ഒന്നും വിചാരിക്കില്ല. സംഭവം ഇങ്ങനെ നടക്കുന്നത് കൊണ്ടിട്ട് ആണ്. നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു വഴിയിൽ കൂടി ഒരു ഗ്യാപ്പ് കിട്ടി, അതിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നല്ല തിരക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കച്ചവടക്കാരും ഉണ്ട്. അങ്ങനെ നടന്ന് പോയതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കടയ്ക്കൽ ചന്ത. സംഭവം ഇത് കുറച്ച് സ്ഥലത്ത് മാത്രം, കാരണം കുറച്ച് അങ്ങോട്ടും ഉണ്ട്. വലിയ ചന്തയാണ് സംഭവം. അവിടെ പുതുക്കിയൊക്കെ പണിയുന്നതുകൊണ്ടിട്ട് ഇങ്ങോട്ട് മാറ്റി. അപ്പം ഞാൻ എന്തായാലും കാണിക്കാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ.
അങ്ങനെ ഇതാ ചന്തയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട്. അപ്പം നല്ല വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാനും പറ്റും. അപ്പം കുറച്ച് ഉണക്കമീനൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഉണക്കമീൻ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം മുക്കോത്തിരിയിലും ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു ആൻ്റെയിലും ഇരിപ്പുണ്ട്. നല്ല ഫ്രഷ് ഉണക്കമീനാണ്. അപ്പോൾ നമുക്ക് കടകളിൽ ഈ കവറിൽ പാക്ക് ചെയ്ത് വരുന്നത് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ഉണക്കമീനാണ് നമുക്ക് കിട്ടും. എന്നാൽ ഭയങ്കരമായ വില എടുക്കത്തുമില്ല, വില കുറവായിരിക്കും. അങ്ങനെ കുറച്ച് ഉണക്കമീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ അതുപോലെ പച്ചമീൻ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. അങ്ങനെ ഉണക്കമീൻ മേടിക്കാനായിട്ട് വന്ന്. അപ്പം കുറച്ച് ഉണക്കമീനൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ആൾ. ചാളക്കരുവാടുണ്ട്, വാളയുണ്ട്, അയലയുണ്ട്. അപ്പം ഒരുപാട് ഐറ്റം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് നമ്മളിങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണക്കമീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാവം അവരൊക്കെ നല്ല വെയിലത്താണ്. അവർക്ക് ഇപ്പോൾ ഈ ഉണക്കമീനൊക്കെ ഇരിക്കുന്നത് നല്ല ചെറിയ ഷെഡുകളടിച്ചിട്ട്, അതായത് ചെറിയ കൂടാരങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ വേറുള്ള കച്ചവടക്കാരുണ്ട്, അവരൊക്കെ നല്ല വെയിലത്തിരിക്കുകയാണ്. കാരണം ഭയങ്കരമായ ചൂടെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല, അത്ര ചൂടായിരുന്നു. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ആകെ തളർന്നു പോയി, അത്രയ്ക്ക് ചൂട്. ഒരുപാട് ഇങ്ങനെ വെയിലത്ത് നിന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നു. പാവം അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഇത്രയും വെയിലത്ത് നിന്ന് ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്യുന്നവരൊക്കെ വെയിലത്ത് പല കച്ചവടക്കാരും ഉണ്ട്. ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വെയിലത്ത് നിന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന കണ്ടപ്പോൾ പാവം സങ്കടം തോന്നി കേട്ടോ. കാരണം ഒരു തണൽ പോലും ഇല്ല. തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കേസ് ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി ഇനി വാങ്ങിക്കാനുണ്ട്. അപ്പം ഇനി നമുക്ക് നാരങ്ങയും കൂടി വാങ്ങിക്കണം കേട്ടോ. അപ്പം ഇവിടെ ഒരാളിങ്ങനെ നാരങ്ങ വിൽക്കാനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ആളുടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പാവം അവരൊക്കെ ഇങ്ങനെ വെയിലത്ത് കണ്ട കുടയൊക്കെ ചൂടി ഇങ്ങനെ ഇരിക്കുന്നു. കാരണം ഇങ്ങനെ ഇരിക്കുന്ന അപ്പോൾ അവരെ നിന്നൊക്കെ വാങ്ങിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം പാവം അവരും അന്നോടത്തെ അവരുമായിട്ട് പിഴപ്പിന് വേണ്ടി വന്ന് കച്ചവടം നടത്തുന്നതല്ലേ. അപ്പോൾ അവരെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വിലയ്ക്ക് കിട്ടും നമുക്ക്. അപ്പം വേണ്ടാന്ന് പറഞ്ഞേന്, പിന്നെ വിചാരിച്ചെങ്കിൽ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒക്കെ നോക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നു ഒരു കുഴപ്പമില്ല, നല്ല നാരങ്ങയാണ് എന്ന്. പക്ഷേ നാരങ്ങയ്ക്ക് റേറ്റ് കൂടുതലാണ് കേട്ടോ ഇപ്പോൾ. അതുപോലെ തന്നെ തേങ്ങ, വെളിച്ചെണ്ണ എല്ലാം റേറ്റ് കൂടി ഇപ്പോൾ 2 ദിവസം കൊണ്ട്. അപ്പോൾ എല്ലാത്തിനും നല്ല റേറ്റാണ്. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ നാരങ്ങ അതുപോലെ തന്നെ റേറ്റ് കൂടുതലാണ്. പൊതുവേ എല്ലാ സാധനങ്ങളും റേറ്റ് കൂടുതൽ തന്നെ, എങ്കിൽ പോലും ഈ 2-3 സാധനങ്ങൾക്ക് നല്ല റേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ കുറച്ചും കൂടി അധികം നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ ആൾ പാവം.
അങ്ങനെ നാരങ്ങയൊക്കെ വാങ്ങി. പിന്നെ ഇനി നമുക്ക് നല്ല വെയിലുണ്ട്. എനിക്ക് ഇന്നിങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വണ്ടിയിലകത്തോട്ട് പോയിരിക്കാമെന്ന് വിചാരിച്ച്. അപ്പം കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇക്ക വാങ്ങിക്കൊണ്ട് വരും. അപ്പോൾ ഞാൻ നാരങ്ങയും വാങ്ങിയിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് പോയിരിക്കുന്നുണ്ട്. ഓക്കെ. ചന്തയിൽ വന്ന സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇങ്ങനെ കടയ്ക്കൽ ചന്തയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. അപ്പോൾ നല്ല വെയിലുണ്ട്, പുറത്ത് നല്ല ചൂട്. പിന്നെ ഞാൻ വണ്ടിക്കകത്ത് വന്നിരുന്ന് ഇക്കതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ പോയേക്കുന്നു. കുറച്ച് സാധനം വാങ്ങിച്ച്. ഭയങ്കര ചൂടെന്ന് പറയാൻ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വന്നങ്ങ് വണ്ടിക്കകത്തിരുന്നു, ഇക്ക വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇക്ക വാങ്ങിക്കൊണ്ടുവരുന്നു. അതിനതാ ഇക്ക വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി എടുത്തും കൊണ്ട് നേരെ എൻ്റെ പെരയിടത്തിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. നേരെ അങ്ങനെ കേസ് നമ്മളിതാ ചന്തയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് എൻ്റെ വസ്തുവിലേക്ക് പോവുകയാണ്. അപ്പം എൻ്റെ വസ്തു എവിടെയെന്ന് വെച്ചാൽ ഇത് നിങ്ങളാരും കാണാത്ത സ്ഥലം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലം, ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വസ്തുവിലോട്ട് പോവുകയാണ്. അതായത് എൻ്റെ കുടുംബ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോഴിതാ വസ്തുവിലോട്ട് പോകുന്ന ഇക്ക വന്നിട്ടൊന്നും പോയില്ല. അതുപോലെ തന്നെ ഒത്തിരി നാളായിട്ടുണ്ട് നമ്മൾ പോയിട്ട്. ഇക്കായും ഞാനും അങ്ങനെ പോക്കൊന്നുമില്ല. വാപ്പയാണ് എല്ലാം നോക്കുന്നതും കാണുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ പുരയിടത്തിൽ ചെയ്യുന്നതും നോക്കി നടത്തുന്നതും എല്ലാം വാപ്പയാണ്. അപ്പോഴത്തേക്കും നമ്മളൊന്ന് വിചാരിച്ച് എന്തായാലും വന്നതല്ലേ, ഒന്ന് അവിടെ കൂടി ഇറങ്ങി നോക്കിയിട്ട് പോകാമെന്ന്. അപ്പം ഒത്തിരി വർഷമായിട്ടുണ്ട് ഞാൻ പോയിട്ട്. സത്യം പറഞ്ഞാൽ കാണാൻ പോലുമില്ല. കാണാൻ പോയി എന്തൊക്കെ ഉണ്ടെന്ന് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിലും വാപ്പ എനിക്ക് കൊണ്ടുതരും, സാധനങ്ങളൊക്കെ കൊണ്ടുതരും. പക്ഷെ ഞാനൊന്നും പോയി കാണാറോ നോക്കാറോ ഒന്നുമില്ല. വാപ്പ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, നോക്കുന്നതും കാണുന്നതും കൃഷി ചെയ്യുന്നതും എല്ലാ സംഭവങ്ങളും വാപ്പ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വസ്തു. അപ്പോൾ റോഡ് സൈഡ് തന്നെയാണ്. ഇവിടെ ഒരു 9 സെൻറ്റ് ഉണ്ട്. അപ്പം ഇവിടെ കുറേ കൃഷി, അതായത് വാഴ, പിന്നെ കുരുമുളക്, പിന്നെ തെങ്ങുണ്ട്, പ്ലാവുണ്ട്, മാവ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അടുത്ത വീടുകളാണ്. അപ്പോൾ നമ്മളിതാ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇനി നമുക്ക് വസ്തുവിലേക്ക് പോയി നോക്കാം. അപ്പം കുറേ സാധനങ്ങളുണ്ട്. അപ്പം മരിച്ചീനിയെ നട്ടിട്ടില്ല. മരിച്ചീനിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പന്നി ശല്യം കാരണം അതൊക്കെ മൊത്തവും പോയിട്ടുണ്ട്. നമ്മൾ മരിച്ചീനി നടും, അപ്പോഴത്തേക്കും അതായത് കപ്പ നടും, പന്നി ഇറങ്ങി മൊത്തം നശിപ്പിക്കും. അപ്പം പന്നി ശല്യം കാരണം അതെന്തായാലും ഇപ്രാവശ്യം നോക്കിയിട്ടില്ല. പിന്നെ വാഴയുണ്ട്, ഒരുപാട് വാഴയുണ്ട്, കുരുമുളക്, പിന്നെ കുറേ പച്ചക്കറി എന്ന് പറയുമ്പോൾ മുളക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പിന്നെ കുരുമുളകുണ്ട്, പിന്നെ മാവ്, തെങ്ങ്, പ്ലാവ്, അതുപോലെ ഒരുപാട് വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വാപ്പയാണ്. വാപ്പ രാവിലെ ഇറങ്ങി വരും കേട്ടോ. രാവിലെ തന്നെ വാപ്പ പുരയിടത്തിൽ ഇറങ്ങി വന്ന് കാടൊക്കെ വൃത്തിയാക്കും. അപ്പം നമ്മളെ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു ഈ പുരയിടത്തിൽ. അപ്പോൾ മരുന്നടിച്ച് കാടൊക്കെ കുറേ കരിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ വാപ്പ മരുന്ന് വാങ്ങിക്കൊണ്ട് വന്ന്, കാട് കരിയുന്ന മരുന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അടിച്ച് കാടെല്ലാം കരിഞ്ഞിട്ടുണ്ട്. ഭയങ്കര കാടായിരുന്നു. അപ്പോഴിതാ മുളകൊക്കെ ഉണ്ട്. അപ്പോൾ വാപ്പ രാവിലെ ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ടൊരു ഉച്ചയാകുമ്പോൾ കയറിപ്പോവും. 12 മണി വരെയൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കും, ജോലിയൊക്കെ ചെയ്തിട്ട് രാവിലെ വന്നിട്ട്. എന്നിട്ട് ഉച്ചയാകുമ്പോൾ കയറിപ്പോവും. അപ്പം വാപ്പ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നോക്കുന്നതും എല്ലാം. അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. പുളിഞ്ചിക്ക ഉണ്ട്, പിന്നെ കുറേ പല വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ചീമച്ചക്ക ഉണ്ട്, അങ്ങനെ എടുത്തു പറയാനില്ല. കുറേ കുരുമുളകൊക്കെ തോനെയുണ്ട്, ശരിക്കും ഉണ്ട് കുരുമുളക് കേട്ടോ. അപ്പോൾ ഇതാണ് വസ്തു. കൊലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇക്കായി നോക്കും, എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ വളമൊക്കെ ഇട്ട് ചിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ കുറച്ച് വളം വാങ്ങിക്കൊണ്ട് വന്ന് വളമൊക്കെ ഇട്ട് ചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളമൊക്കെ ഇട്ടിങ്ങനെ വെട്ടിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് ഞാനും ഇക്കായും കൂടി ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ.
അങ്ങനെ കേസ് നമ്മൾ പുരയിടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നപ്പം മുകളിലോട്ടൊക്കെ വീടുണ്ട്. പിന്നെ റോഡ് സൈഡാണ് കേട്ടോ വസ്തുള്ളത്, റോഡ് സൈഡിനാണ്. അപ്പം തൊട്ട് മുകളിലൊക്കെ വീടുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അടയ്ക്കയൊക്കെ ഉണ്ട്, അടയ്ക്കയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ മാവിൽ കുറച്ച് മാങ്ങ നിന്നിട്ടാ. അപ്പോൾ മാങ്ങ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ വാപ്പ മാങ്ങ പറിക്കുകയാണ്. അപ്പോൾ മാങ്ങ കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാപ്പ പറിച്ച് തന്നു. പിന്നെ ഇവിടെ ചെറിയൊരു കുളം കിടക്കുന്നുണ്ട്, അതിനകത്ത് മീനുണ്ട്, ശരിക്കും മീനുണ്ട്. അപ്പോൾ വലിയ വലിയ മീനുകളാണ്, എനിക്ക് കാണാൻ പറ്റത്തില്ല, നല്ല വെയിലുള്ളതുകൊണ്ട് വെട്ടം കാണുന്നതുകൊണ്ടിട്ടായിരിക്കും. അപ്പോൾ അത് നോക്കി എനിക്ക് കുറേ മീനുകളെ എനിക്ക് കാണിച്ചു തന്നു, വലിയ മീനുകൾ കേട്ടോ കുളത്തിനകത്ത്. ബാക്കി എന്താണ് നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ സമയം ഒരുപാടായി, ഇനി വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഇനി വീട്ടിലും കയറിയിട്ടാണ് പോകാനുള്ളത്. അങ്ങനെ നോക്കുന്നുണ്ട് കുളത്തിനകത്ത്, മീനാണ് നോക്കുന്നത് കേട്ടോ. സംഭവം വലിയ മീനുകൾ കിടക്കുന്ന വലിയ മീനുകൾ കണ്ട് അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നു ചൂണ്ടയിട്ട് മീൻ പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നല്ല വലിയ മീനുകൾ കിടക്കുന്നു, ഞാനും കണ്ടായിരുന്നു, പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം തന്നെ തളർന്ന് ക്ഷീണിച്ച് പോയി കേട്ടോ. ചന്തയിലും പോയി ഇവിടേക്ക് ഇറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും ക്ഷീണിച്ച്, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് പോകുന്നു. അപ്പോൾ കേസ് നിങ്ങളെൻ്റെ പ്രോപ്പർട്ടിയെ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളാരും കാണാത്ത പ്രോപ്പർട്ടി ഇതാണ്. അപ്പോൾ ഇതെൻ്റെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇക്കടെ സ്ഥലമാണ് കേട്ടോ. ഇക്കടെ സ്ഥലം എന്ന് പറയുമ്പോൾ ഒക്കെ വാങ്ങിച്ചതാണ് വസ്തുവും. പിന്നെ അതുപോലെ നമ്മൾ വാങ്ങിച്ച വീടൊക്കെ റെഡിയാക്കി എടുത്തത് അത് ഇക്കടെ സ്ഥലമാണ്. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നുണ്ട്. അപ്പോഴിവിടെ നിന്ന് കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വാഴക്കൊമ്പുണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ട്, പിന്നെ മാങ്ങയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഈ സംഭവം വെച്ചിട്ട് പയറൊക്കെ ഇട്ട് തോരൻ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എടുത്ത് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വാപ്പായും കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലല്ല, കുടുംബ വീട്ടിലോട്ട് പോകാനായിട്ട്. ഇത്രയും നേരം ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഇനി തിരിച്ച് വാപ്പായും വരുന്നുണ്ട് വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ വാപ്പായും കയറ്റിയിട്ട് ഞാനിക്കായും കൂടി തിരിച്ച് വീട്ടിലും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗെയ്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ഇടണം. അങ്ങനെ ഗെയ്സ് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. തിരിച്ച് വീട് എത്തിയിട്ടുണ്ട്, കുടുംബ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ലൈം കുടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ലൈം ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഈ കാല് കാണിക്കുന്നില്ലേ, രാവിലെ കാലിനൊരു സംഭവം ഉണ്ടായി. പുട്ട വെച്ചുകൊണ്ട് നിന്നപ്പോൾ പുട്ട് കൊടുത്ത് നിന്ന് തിളച്ച് വെള്ളം വന്ന് കാലിൽ കൂടി വന്ന് വീണു. അപ്പോൾ അങ്ങനെ കാല് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഫുഡൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ബിരിയാണി, കപ്പ, ചിക്കൻ, സലാഡ്. അപ്പം ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈം 3:30 മണിയായി. അപ്പം ഇൻഷാ അല്ലാഹ് ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.